നമ്മൾ നോക്കുന്നത് 9ാമത്തെ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, അതായത് സർവീസസ് ഓൺ ഇൻ്റർനെറ്റ്. അപ്പോൾ നമുക്കറിയാം ഇൻ്റർനെറ്റ് വഴി ത്രൂ ഔട്ട് ഗ്ലോബലി നമുക്ക് ഒരുപാട് സർവീസസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വേൾഡ് വൈഡ് വെബ് WWW എന്നുള്ള സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇമെയിൽ, സെർച്ച് എൻജിൻസ്, സോഷ്യൽ മീഡിയ, ഇങ്ങനെ ഒരുപാട് സർവീസസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ സർവീസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ ആദ്യത്തേതാണ് വേൾഡ് വൈഡ് വെബ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വേൾഡ് വൈഡ് വെബിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഇൻ്റർലിങ്ക്ഡ് ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് ആക്സസ്ഡ് വയ ദ ഇൻ്റർനെറ്റ്. It is a service on the internet that uses internet infrastructure. World Wide Web is a huge client-server system consisting of millions of clients and servers connected together. അപ്പോൾ ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് പരസ്പരം ലിങ്ക് ചെയ്തിട്ടുള്ള കുറേ ഡോക്യുമെൻറ്റുകളുടെ ഒരു കളക്ഷനാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വളരെ വലിയ ക്ലയൻറ്റ് സെർവർ സിസ്റ്റമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഫയലുകളെല്ലാം പരസ്പരം ലിങ്ക്ഡ് ആയിരിക്കും. ഈ പറയുന്ന എല്ലാ ഫയലുകളെയും നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോ സെർവറിലും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഈ ഓരോ ഡോക്യുമെൻറ്റിനെയും അല്ലെങ്കിൽ ഓരോ ഫയലിനെയും നമ്മൾ URL ഉപയോഗിച്ചാണ് ആക്സസ് ചെയ്യുന്നത്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ നമുക്ക് പല ഡേറ്റയും അവൈലബിൾ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ വെബ് പേജുകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് പല ടെക്സ്റ്റുകളുണ്ടായിരിക്കാം, ഇമേജസ്, വീഡിയോസ്, വേറെ മൾട്ടിമീഡിയ കണ്ടൻറ്റുകളൊക്കെ ഇത് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ പേജുകളെയും അല്ലെ ഓരോ ഫയലിനെയും നമുക്ക് ഈ URL വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും ആ സെർവറിൽ നിന്ന്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഹൈപ്പർ ലിങ്കുകളും അവൈലബിൾ ആണ്. അതായത് നമ്മളൊരു വെബ് പേജിൽ ഏതെങ്കിലും ഒരു കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഡോക്യുമെൻറ്റിലേക്കായിരിക്കും പോകുന്നത്. ചിലപ്പോൾ അത് മറ്റൊരു സെർവറിലെ ഡോക്യുമെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ അത് വേറൊരു റിക്വസ്റ്റ് അവിടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു സെർവറിലെ വേറൊരു ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു, അവിടുന്ന് ആ ഡാറ്റ ഫെച്ച് ചെയ്ത് നമ്മളെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഹൈപ്പർ ലിങ്കുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലയൻസിന് നമ്മുടെ ബ്രൗസർ എന്ന് പറഞ്ഞാൽ, അതായത് വെബ് ബ്രൗസർ എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന വേൾഡ് വൈഡ് വെബിലെ ഡോക്യുമെൻറ്റ്സിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. വെബ് ബ്രൗസർ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ വെബ് ബ്രൗസറാണ് ആ ഓരോ ഡോക്യുമെൻറ്റുകളെയും പ്രോപ്പറായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വെബ് ബ്രൗസറിനെ കുറിച്ചാണ് അടുത്തൊരു ചെറിയ ടോപ്പിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെയും ആദ്യം തന്നെ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എ വെബ് ബ്രൗസർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് വി യൂസ് ടു റിട്രീവ് ഓർ പ്രസൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ടു നാവിഗേറ്റ് ത്രൂ വെബ് പേജസ് ഇൻ ദ വേൾഡ് വൈഡ് വെബ്. The document to be displayed is identified using a URL. അപ്പോൾ ഈ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ആണ് കൃത്യമായിട്ട് വെബ് പേജുകളെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ വെബ് പേജുകളിൽ കൂടെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് പല വെബ്സൈറ്റുകളും നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഈ ബ്രൗസർ വഴി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ച് നമ്മളിനി കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു സോഫ്റ്റ്വെയറാണ് ഈ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഓരോ ഡോക്യുമെൻറ്റിനും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ URL ഉപയോഗിച്ചാണ്. അതായത് ഓരോ പേജിൻ്റെയും അതിൻ്റെ URL എന്ന് പറയുന്നത് വളരെ യുണീക്കായിരിക്കും. അപ്പോൾ ഈ URL തന്നെ നമ്മൾ ഓൾറെഡി ഒരു ടോപ്പിക്കായിട്ട് പഠിച്ചതാണ്. ഇതിന് 3 പാർട്ടുണ്ട്. പ്രോട്ടോക്കോള്, ഡൊമൈൻ നെയിം, ഫയൽ നെയിം എന്നൊക്കെ പറഞ്ഞ് 3 പാർട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദെൻ എ ബ്രൗസർ ഈസ് കേപ്പബിൾ ഓഫ് ഡിസ്പ്ലേയിങ് ടെക്സ്റ്റ്, ഇമേജസ്, ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക്സ്, വീഡിയോസ്, സൗണ്ട്സ്, സ്ക്രിപ്റ്റ്സ് എക്സെട്ര in a web page or document. Most of World Wide Web documents are created using hypertext markup language. അതായത് HTML ലാംഗ്വേജ് ഉപയോഗിച്ചാണ് ഒട്ടുമിക്ക വെബ് പേജുകളും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെബ് ബ്രൗസറിന് ഈ HTMLനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ പേജിനെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. തന്നെ നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ കുറച്ച് കോമൺ എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വെബ് ബ്രൗസേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗൂഗിൾ ക്രോം ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല. മൈക്രോസോഫ്റ്റ് തന്നെ അത് പിൻവലിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന് പകരം അവരുടെ എഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രൗസറാണ് വരുന്നത്.
അതുപോലെ തന്നെ മോസില്ല ഫയർഫോക്സ് ഉണ്ട്, ഓപ്പേറ ഉണ്ട്, അതുപോലെ തന്നെ സഫാരി ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ബ്രൗസേഴ്സ് എല്ലാം നമുക്ക് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലും അവൈലബിൾ ആണ്. അതായത് ആൻഡ്രോയിഡിലും iOS-ലും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഇതിൻ്റെ മറ്റ് വേർഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നതാണ് വെബ് ബ്രൗസിങ്. അതായത് നമ്മൾ ഈ പറയുന്ന URL-കൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ആ സെർവറിലേക്ക് കണക്ഷൻ അറ്റൈൻ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ആ വെബ് പേജിന് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെബ് ബ്രൗസിംഗ് എന്നുള്ളൊരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ ആ വെബ്സൈറ്റിൽ URL എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വെബ്സൈറ്റ് അതിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു, അതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനും ഇവിടെ ഉണ്ട്. ട്രാവേഴ്സിങ് ത്രൂ ദ വെബ് പേജസ് ഓഫ് വേൾഡ് വൈഡ് വെബ് ഈസ് കോൾഡ് വെബ് ബ്രൗസിങ്. അത് ഡെഫിനിഷൻ നോക്കി വയ്ക്കുക. അപ്പോൾ ഒരു ഫിഗർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഇവിടെ മെയിനായിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ, അതായത് നമ്മുടെ ഒരു സാധാരണ സിസ്റ്റം. പിന്നെയുള്ളത് നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ DNS സെർവർ, അതുപോലെ തന്നെ നമുക്ക് കണക്ഷൻ വേണ്ട ആ ഒരു വെബ് സെർവർ. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറുടെ DNS സെർവർ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. എല്ലാ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിനും അവരുടെ ആയിട്ടുള്ളൊരു DNS സെർവർ ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് കണക്ട് ചെയ്യേണ്ട വെബ് സെർവർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് Gmail ആണ് ആക്സസ് ചെയ്യണമെങ്കിൽ ആ Gmailൻ്റെ സെർവർ, അതാണ് നമ്മളിവിടെ പറയുന്നത്. ദെൻ ഈ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഓരോ ആൾക്കാരുടെയും സിസ്റ്റം. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വെബ് ബ്രൗസിങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബ്രൗസർ റിക്വസ്റ്റ് ദ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് DNS ഫോർ IP അഡ്രസ്. അപ്പോൾ അതായത് നമുക്കിപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്രൗസറിൻ്റെ ഏറ്റവും മുകളിൽ അഡ്രസ് ബാറിൽ ആ അഡ്രസ്സ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുന്ന സമയത്ത് ആ റിക്വസ്റ്റ് ആദ്യമേ പോകുന്നത് നമുക്ക് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ DNS സെർവറിലേക്കാണ്. അപ്പോൾ ഈ DNS സെർവറിൽ അതിൻ്റെ ഡാറ്റാബേസിൽ കൃത്യമായിട്ട് ആ സെർവറിൻ്റെ IP അഡ്രസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഡൊമൈൻ നെയിമും കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ലുക്കപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ IP അഡ്രസ്സ് നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് കിട്ടും. ഏത് സെർവറിലേക്കാണോ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ആ സെർവറിൻ്റെ IP അഡ്രസ്സ് നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ DNS സെർവറിൻ്റെ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യേണ്ട സെർവറിൻ്റെ IP അഡ്രസ്സ് കിട്ടി. ഇനി അതിനുശേഷം ആ IP അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻറ്റ് സൈഡിലുള്ള ബ്രൗസർ മേക്സ് എ TCP കണക്ഷൻ ടു ദ സെർവർ. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു കണക്ഷൻ റിക്വസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യേണ്ട വെബ് സെർവറിലേക്ക് കൊടുക്കുന്നു. അതാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രൗസർ സെൻസ് എ ഗെറ്റ് റിക്വസ്റ്റ് ഫോർ ദ ഫയൽ. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ഏത് ഫയലാണ് വേണ്ടത് ആ ഫയലിനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു. അത് നമ്മളൊരു ഗെറ്റ് എന്ന് പറഞ്ഞ റിക്വസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ റിക്വസ്റ്റ് വെബ് സെർവറിലേക്ക് എത്തുന്ന സമയത്ത് വെബ് സെർവർ അതിൻ്റെ ഡാറ്റാബേസിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് സെർച്ച് ചെയ്ത് അവിടെ വേണ്ട കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആ ഫയൽ നമുക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് തരുന്നു. അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ്. അങ്ങനെ ഈ ഒരു 5 സ്റ്റെപ്പിലായിട്ടാണ് വെബ് ബ്രൗസിംഗ് എന്നുള്ളൊരു കാര്യം നടക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ അതൊരു എക്സാമ്പിളായിട്ട് വെച്ച് പറഞ്ഞിട്ടുണ്ട്. www.kerala.gov.in ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ അടിച്ചിട്ട് എൻ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ സ്റ്റെപ്പായിട്ട് വീണ്ടും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് ചെയ്ത ആ ഒരു ഡോക്യുമെൻ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ബ്രൗസറാണ് അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ആ TCP കണക്ഷൻ അവിടെ റിലീസ് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ക്ലയൻറ്റ് സെർവർ മെക്കാനിസത്തിൽ ഓരോ ഗെറ്റും റിക്വസ്റ്റും കഴിയുമ്പോൾ കണക്ഷൻ റിലീസ് ആകും എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്റ്റേറ്റ്ലെസ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ആ കണക്ഷൻ റിലീസ് ചെയ്തതിന് ശേഷം ആ ബ്രൗസർ നമുക്ക് കിട്ടിയേക്കുന്ന കണ്ടൻറ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഡിസ്പ്ലേ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറും പഠിച്ചു വയ്ക്കുക, അതിൻ്റെ വർക്കിങ്ങും പഠിച്ചു വയ്ക്കുക. മൊത്തം 5 സ്റ്റെപ്പാണുള്ളത്. ഈ 5 സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് ഓരോ വെബ് പേജുകളെയും നമ്മുടെ വെബ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. 9ാമത്തെ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കാണ് സെർച്ച് എൻജിൻസ്. അപ്പോൾ നമ്മളിതിൽ ആദ്യം പറയുന്നത് എന്താണ് സെർച്ച് എൻജിൻ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ആവശ്യകത.
നീഡ് ഓഫ് സെർച്ച് എഞ്ചിൻ, അതാണ് നമ്മൾ ആദ്യമേ ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിലാണ് കിടക്കുന്നത്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് വെബ് പേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇത്രയും അധികം വെബ് പേജുകളിൽ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്കുകളും ഉണ്ടായിരിക്കും. പലതരത്തിൽ ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് വെബ് പേജുകളുണ്ടായിരിക്കും. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ പർട്ടിക്കുലർ ടോപ്പിക്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്കതിനകത്ത് നിന്ന് തപ്പിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഗതി ഇതിനകത്ത് നിന്ന് തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള സെർച്ച് എഞ്ചിൻസ് നിങ്ങൾക്കറിയാം, ഗൂഗിൾ, അതുപോലെ തന്നെ യാഹൂ, അതുപോലെ തന്നെ ബിങ്, ഇങ്ങനെയുള്ള കുറേ സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. ഈ സെർച്ച് എഞ്ചിൻസ് ആണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുപോലെ ഒരുപാട് വെബ് പേജുകളിൽ നിന്നും തപ്പിയെടുത്ത് നമുക്ക് തരുന്നത്. Internet search engine websites are special programs that are designed to help people to find information available in World Wide Web. Search engine programs search documents available on World Wide Web for specified keywords and return a list of the documents or web pages matching the keywords. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് അറിയാം, നമ്മൾ എന്തെങ്കിലും കീവേഡുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ വെച്ചിട്ടായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കുറേ റിസൾട്ടുകളായിരിക്കും നമുക്കവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ സെർച്ച് എഞ്ചിൻ ഇല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു വേൾഡ് വൈഡ് വെബിൽ നിന്ന് നമുക്ക് തപ്പിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രോസസ്സിങ്ങിനെ, ആ ഒരു സെർച്ചിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സെർച്ച് എഞ്ചിൻ സെർവേഴ്സ്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ സെർച്ച് എഞ്ചിനിൽ നമ്മൾ സാധാരണ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫിഗറിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ സെർച്ച് ചെയ്യുന്ന നമ്മുടെ ഒരു സിസ്റ്റം, ഒരു ക്ലയൻറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സെർച്ച് എഞ്ചിൻ സെർവർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സ്പൈഡർ ഓർ ക്രോളർ, ഇതൊരു പ്രോഗ്രാമാണ്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ സെർച്ച് എഞ്ചിൻ സെർവറിൻ്റെ ഒരു ഇൻഡെക്സ് ഇവിടെ ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് പറയുന്നത്. ഇതിലാദ്യം ഈ സ്പൈഡർ ഓർ ക്രോളർ എന്നുള്ള പ്രോഗ്രാം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റ്സ് യൂസ് പ്രോഗ്രാംസ് കോൾഡ് വെബ് ക്രോളേഴ്സ് ഓർ സ്പൈഡേഴ്സ് ഓർ റോബോട്ട്സ് ടു സെർച്ച് ദ വെബ്. വെബ് ക്രോളേഴ്സ് സെർച്ച് ദ വെബ് പേജസ് സ്റ്റോർഡ് ഇൻ ദ ഡിഫറെൻറ്റ് വെബ് സെർവേഴ്സ് ആൻഡ് ഫൈൻഡ് പോസിബിൾ കീവേഡ്സ്. അപ്പോൾ അതായത് ഇതൊരു പ്രോഗ്രാമാണ്. ഈ സ്പൈഡർ ഓർ ക്രോളർ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമാണ് നമ്മുടെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, അത് വേൾഡ് വൈഡ് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെബ് പേജുകളിലും സെർച്ച് ചെയ്യുന്നത്. പോസിബിൾ ആയിട്ടുള്ള കീവേഡ്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാം ആയിരിക്കും എല്ലാ വെബ് പേജുകളെയും ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ചെക്ക് ചെയ്തതിന് ശേഷം ആ കീവേഡുമായിട്ട് ബന്ധപ്പെട്ട വെബ് പേജുകളുണ്ടെങ്കിൽ അതെല്ലാം കൂടി കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സെർച്ച് എഞ്ചിൻ സെർവറിൽ ഓരോ ഇൻഡെക്സുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡെക്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതായത് ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇൻഡെക്സ് കാണാൻ സാധിക്കും. ഓരോ ടോപ്പിക്കും ഏത് പേജിലാണെന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യം തന്നെ ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സെർച്ച് എഞ്ചിൻ സെർവറിലും ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കും. ഒരു കീവേഡുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ വെബ് പേജുകളുടെയും URL അതായിരിക്കും ആ ഒരു ഇൻഡെക്സിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനിപ്പോൾ കീവേഡ് കമ്പ്യൂട്ടർ എന്നുള്ളൊരു കീവേഡ് ആണെങ്കിൽ ആ കമ്പ്യൂട്ടർ എന്നുള്ളൊരു കീവേഡ് വരുന്ന എല്ലാ വെബ്സൈറ്റുകളുടെയും URL, അതിൻ്റെ ഒരു കളക്ഷൻ, അത് ബില്യൺസ് ഓഫ് URL വരും, ഒരുപാട് URL ഉണ്ടാവും. അതിൻ്റെ ഒരു കളക്ഷൻ ആയിരിക്കും ആ ഒരു എൻട്രി ആയിട്ട് അവിടെ വരുന്നത്. അതുപോലെ ഓരോ കീവേഡിനും കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഓരോ എൻട്രി ഉണ്ടായിരിക്കും. അതിൽ അതുമായിട്ട് ആ കീവേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ വെബ്സൈറ്റുകളുടെ URLും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ റിക്വസ്റ്റ് പോകുന്നത് ഈ സെർച്ച് എഞ്ചിൻ സെർവറിലേക്കാണ്. അപ്പോൾ ഈ സെർച്ച് എഞ്ചിൻ സെർവറിൻ്റെ ഇൻഡെക്സിലാണ് നമ്മുടെ സെർച്ച് നടക്കുന്നത്. അല്ലാതെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഫുൾ ഇൻ്റർനെറ്റിലല്ല സെർച്ചിങ് നടക്കുന്നത്. നമ്മൾ സെർച്ച് എഞ്ചിൻ സെർവറിൻ്റെ ഇൻഡെക്സിലേക്കായിരിക്കും സെർച്ചിങ് നടത്തുന്നത്. ഈ ഇൻഡെക്സിൽ ഇത് ഓൾറെഡി ലിസ്റ്റിംഗ് ഉണ്ടായിരിക്കും. ഓൾറെഡി ഈ സ്പൈഡർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ടോപ്പിക്കും ആകട്ടെ ആ കീവേഡുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് ഓൾറെഡി ഇവിടെ എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കും.
അപ്പോൾ ഈ ഇൻഡെക്സുകളിലേക്കായിരിക്കും നമ്മൾ സെർച്ചിങ് നടത്തുന്നത്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ വെബ് സെർവറിൻ്റെ ഈ സെർച്ച് എഞ്ചിൻ സെർവറിൻ്റെ ഇൻഡെക്സിലുള്ള കമ്പ്യൂട്ടർ എന്നുള്ള ആ കീവേഡ് അതിൽ ഒരു ബില്യൺസ് ഓഫ് URL ഉണ്ടായിരിക്കും. ആ ഫുൾ കാര്യങ്ങളായിരിക്കും നമുക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ സെർച്ച് എഞ്ചിൻ സെർവർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു ഗൂഗിളുണ്ട്, അതുപോലെ തന്നെ ബിങ്, യാഹു, അങ്ങനെ ഒരുപാട് സെർച്ച് എഞ്ചിൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ള ഒരു കീവേഡ് ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. കമ്പ്യൂട്ടർ എന്നിവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, അതിവിടെ നോക്കിയാലറിയാം, ഒരു സെക്കൻഡ് പോലും എടുക്കുന്നില്ല, അതിന് മുമ്പെയാണ് നമുക്കിവിടെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാലറിയാം ബില്യൺസ് ഓഫ് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരുപാട് റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ ഈ ഒരു ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എത്ര സമയത്തിനുള്ളിലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയേക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനുമായിട്ടുള്ള ആ ഒരു കീവേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, എത്ര വെബ്സൈറ്റ് ഉണ്ടോ ആ വെബ്സൈറ്റുകൾ മുഴുവൻ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ എന്നുള്ള ഇത് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒരു കീവേഡാണ്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ മുഴുവൻ ഇവിടെ ലിസ്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് നമുക്ക് ഇത്രയും സ്പീഡിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് സെർച്ച് ചെയ്തത് ഇൻ്റർനെറ്റിൽ ഫുള്ളായിട്ടല്ല അത് സെർച്ച് ആയത്. അത് നമ്മുടെ സെർച്ച് എഞ്ചിൻ, അതായത് ഈ സെർച്ച് എഞ്ചിൻ സെർവറിലെ ആ ഇൻഡെക്സിൽ നിന്ന് എടുത്തിട്ടുള്ള ആ റിസൾട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഇമെയിൽ. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെയിൽ എന്നാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെയുണ്ട്. ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് എക്സ്ചേഞ്ചിങ് ഡിജിറ്റൽ മെസ്സേജസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഓവർ ഇൻ്റർനെറ്റ്. അപ്പോൾ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഇമെയിലുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. ദെൻ ഇനി ഇമെയിലിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളാണ് നോക്കുന്നത്. ദ ഇമെയിൽ വിൽ ബി ഡെലിവേർഡ് ഓൾമോസ്റ്റ് ഇൻസ്റ്റൻ്റ്ലി ഇൻ ദ റെസിപ്പിയൻസ് മെയിൽ ബോക്സ്. അതായത് ഇൻബോക്സ്, ഓരോ ആൾക്കാരുടെയും ഇൻബോക്സിലേക്കാണ് നമുക്ക് മെയിലുകൾ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു മെയിലിൽ പല കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. പലതരത്തിലുള്ള ഫയലുകൾ, ഡോക്യുമെൻറ്റ്സ്, പിക്ചേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അത് സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഒരു മെയിൽ ബോക്സിൻ്റെ. ഇത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നൊരു മെയിൽ സർവീസാണ്. പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഇമെയിൽ അഡ്രസ്സിൻ്റെ സ്ട്രക്ചർ, അതായത് യൂസർ നെയിം അറ്റ് ഡൊമൈൻ നെയിം, അതാണ് നമ്മുടെ ഇമെയിലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം വരുന്ന യൂസർ നെയിം എന്ന് പറയുന്നത് നമുക്ക് ഓരോ യൂസറും യൂണീക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടതാണ്. ദെൻ അതിനുശേഷം അറ്റ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ആ ഇമെയിൽ സർവീസ് പ്രൊവൈഡറുടെ നെയിം ആയിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ gmail.com @gmail.com ആയിരിക്കാം, അല്ലെങ്കിൽ @yahoo.com, @hotmail.com, അങ്ങനെ പലതരത്തിലുള്ള ഇമെയിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇമെയിലുകൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ അവിടെ നമുക്ക് പലതരത്തിലുള്ള മെസ്സേജുകളെ സെൻഡ് ചെയ്യുക, റിസീവ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, അതിനുള്ള റിപ്ലൈ കൊടുക്കുക, ഇതിനെയൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. സച്ച് ഫെസിലിറ്റി ഈസ് പോപ്പുലർ ആൻഡ് ഈസ് കോമൺലി റെഫേർഡ് ടു ആസ് വെബ് മെയിൽ. സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഇമെയിലുകളെ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വെബ് ബ്രൗസറിൽ കയറിയിട്ടല്ലാതെ നമുക്കൊരു സോഫ്റ്റ്വെയർ ആയിട്ടും ഈ പറയുന്ന ഇമെയിൽ ആപ്ലിക്കേഷൻസ് ലഭിക്കും. അതായത് ഈ പറഞ്ഞ ഔട്ട്ലുക്ക്, അതായത് നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ നമുക്ക് ആ മെയിൽ സർവീസ് ലഭിക്കും. അല്ലെങ്കിൽ നമുക്ക് തണ്ടർബേർഡ്, അങ്ങനെ പലതരത്തിലുള്ള ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസ് ആണെങ്കിലും സെയിം കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ സർവീസ് പ്രൊവൈഡറുടെ സെർവറിൽ നിന്നും നമ്മുടെ ഇൻബോക്സിലേക്ക് വരുന്ന മെസ്സേജുകളെ അത് ആക്സസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
നമുക്ക് മെയിലുകൾ അയക്കാനും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ചെയ്യാൻ സാധിക്കും. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആയിട്ട് ലഭിക്കും എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ റിസീവ് ചെയ്യാനായിട്ട് അവിടെ ഉപയോഗിക്കുന്നത് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ എന്നുള്ളൊരു പ്രോട്ടോക്കോളാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ IMAP, ഈ പ്രോട്ടോക്കോളുകൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോളും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോളും. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് സെക്ഷൻസ് ഓഫ് ആൻ ഇമെയിൽ ആണ്. അതായത് ഒരു നോർമൽ ഇമെയിൽ നമുക്ക് എന്തൊക്കെ സെക്ഷൻസ് അവൈലബിൾ ആണ്, അത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ടു. അതായത് നമ്മുടെ റെസിപ്പിയൻ്റ് അഡ്രസ്സാണ്. നമ്മൾ ആർക്കാണോ മെയിൽ അയക്കുന്നത് അയാളുടെ അഡ്രസ്സാണ് നമ്മളവിടെ സാധാരണ കൊടുക്കാറ്. എ ബോക്സ് ടു പ്രൊവൈഡ് ദ ഇമെയിൽ അഡ്രസ്സസ് ഓഫ് ദ പ്രൈമറി റെസിപ്പിയൻസ് ടു ഹും ദ ഇമെയിൽ ഹാസ് ടു ബി സെൻഡ്. ദെൻ നെക്സ്റ്റ് വരുന്നത് CC, അതായത് കാർബൺ കോപ്പി. റൈറ്റ് ദ ഇമെയിൽ അഡ്രസ് ഓഫ് ദ സെക്കൻഡറി റെസിപ്പിയൻസ് ടു ഹും ദ മെസ്സേജ് ഹാസ് ടു ബി സെൻഡ്. അതുപോലെ തന്നെ BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി. അതെന്ന് പറയുന്നത് ടെർഷറി റെസിപ്പിയൻസ് ആണ്, മെസ്സേജ് ലഭിക്കേണ്ട ആൾക്കാരാണ്. ഈ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ബ്ലൈൻഡ് കാർബൺ കോപ്പിയിൽ ഒരാളുടെ പേര് വെച്ച് ഒരാളുടെ ഇമെയിൽ ID വെച്ചിട്ട് നമ്മൾ ആ ഒരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന 2-ലുള്ളതും അതുപോലെ തന്നെ കാർബൺ കോപ്പിയിലുള്ള ആൾക്കാർക്കും ഈ BCCയിൽ കൊടുത്തിരിക്കുന്ന ആളുടെ ഇമെയിൽ അഡ്രസ്സ് കാണാൻ സാധിക്കില്ല. അതായത് അങ്ങനെ മൂന്നാമതൊരു പാർട്ടിക്കും കൂടി ഇമെയിൽ പോയിട്ടുണ്ടെന്ന് ആദ്യത്തെ 2 ആൾക്കാർക്ക് അറിയാൻ സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏത് ഇമെയിൽ സർവീസാണ് യൂസ് ചെയ്യുന്നതനുസരിച്ച് ഈ ബ്ലൈൻഡ് കാർബൺ കോപ്പിയിലുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും ഇമെയിൽ അഡ്രസ്സ് കാണാൻ സാധിക്കും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസ് പോലെ ഇരിക്കും. പിന്നെ വരുന്നത് സബ്ജക്റ്റാണ്, അതായത് ആ മെയിൽ എന്തിനെക്കുറിച്ചാണോ എന്നുള്ള കാര്യം നമുക്കവിടെ പറയാൻ സാധിക്കും. പിന്നെ വരുന്നത് കണ്ടൻ്റാണ്, എന്താണോ നമ്മുടെ മെസ്സേജ് അതാണ് അവിടെ നമ്മൾ കണ്ടൻ്റായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫയലുകൾ അറ്റാച്ച് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ അറ്റാച്ച് എന്നുള്ളൊരു ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് പല ഡോക്യുമെൻറ്റുകളും ഈ ഒരു മെയിലിലേക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. പിന്നീട് വരുന്നത് സെൻഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, സെൻഡ് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ റിപ്ലൈ, അങ്ങനെ ഒരു ബട്ടൺ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫോർവേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇമെയിൽ സർവീസ് പ്രൊവൈഡർ നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 2 ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ കോപ്പി ഉണ്ട്, ബ്ലൈൻഡ് കാർബൺ കോപ്പി ഉണ്ട്. അപ്പോൾ ഈ ബ്ലൈൻഡ് കാർബൺ കോപ്പിയിൽ കൊടുത്തിരിക്കുന്ന ഈ അഡ്രസ്സ് ഇത് ബാക്കി ഈ 2-ലും CCയിലും ഉള്ള ആൾക്കാർക്ക് അറിയാൻ സാധിക്കില്ല. അത് അങ്ങനെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ ബ്ലൈൻഡ് കാർബൺ കോപ്പിയിൽ അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നോക്കാനുള്ളത് ഇതിൻ്റെ വർക്കിംഗ് ആണ്. ഇപ്പോൾ വർക്കിങ്ങിൻ്റെ സമയത്തും നമ്മളിവിടെ ഉപയോഗിക്കുന്നൊരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. SMTP എന്ന് പറഞ്ഞൊരു പ്രോട്ടോക്കോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പ്രോട്ടോക്കോളുകളുടെ കൂടെ അഡീഷണൽ ആയിട്ട് ഈ ഒരു പ്രോട്ടോക്കോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വർക്കിംഗ് ആണ് ഇവിടെ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. When an email is sent from your computer using webmail or email client software, it reaches the email server of our email service provider. From there, the message is routed from sender's email server all the way to the recipient's email server. The recipient's email server then delivers the email to the recipient's mailbox, which stores the email and waits for the users to read it. ദെൻ ഈ പറയുന്ന SMTP പ്രോട്ടോക്കോളും, ഈ SMTP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് വഴി ഇമെയിലുകളെ അയക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈ വർക്കിംഗ് തന്നെയാണ് സിമ്പിളായിട്ട് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ ഇവിടെ സെൻറ്ററിൻ്റെ സിസ്റ്റത്തിൽ നിന്നും ഒരു മെയിൽ കമ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രൗസർ വഴി കയറിയിട്ട് ആക്സസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വെബ് മെയിൽ എന്ന് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ സെൻഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് നമ്മുടെ SMTP സെർവർ, ഈ പ്രോട്ടോക്കോൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്, ഈ സെർവറിലേക്കാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. സെൻഡർ അപ്ലോഡ്സ് ദ മെസ്സേജ് ടു SMTP സെർവർ. അതിനുശേഷം നമുക്കിത് ആരിലേക്കാണോ അയക്കുന്നത് അയാളുടെ സെർവറിലേക്ക് ഇത് ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ അത് ഇൻ്റർനെറ്റ് വഴി പാസ് ചെയ്യും. മെസ്സേജ് ട്രാവേഴ്സസ് ഇൻ്റർനെറ്റ്, അങ്ങനെ പല റൂട്ടേഴ്സ് വഴി ട്രാവൽ ചെയ്തതിന് ശേഷം ഈ പറയുന്ന മെസ്സേജ് നമ്മുടെ റിസീവറിൻ്റെ സെർവറിലെത്തുന്നു. മെസ്സേജ് അറൈവ്സ് അറ്റ് റിസീവിങ് സെർവർ
ആൻഡ് ഈസ് പ്ലേസ്ഡ് ഇൻ റെസിപ്പിയൻസ് മെയിൽ ബോക്സ്. അപ്പോൾ ഞാനിപ്പോൾ അയച്ചയാളുടെ സെർവറിലേക്ക് അത് എത്തിയതിന് ശേഷം അയാളുടെ ഇൻബോക്സിലേക്ക് ആ മെസ്സേജിനെ പ്ലേസ് ചെയ്യുന്നു. നമുക്കറിയാം, നമുക്ക് വരുന്ന മെസ്സേജുകളൊക്കെ ഇൻബോക്സിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഇൻബോക്സിലേക്ക് അതിനെ മാറ്റുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ SMTP, അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോക്കോൾ, അങ്ങനെയുള്ള പ്രോട്ടോക്കോളുകളൊക്കെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അതിനുശേഷം റെസിപ്പിയൻസ് ഇമെയിൽ ക്ലയൻറ്റ് ഓർ വെബ് മെയിൽ ചെക്സ് മെയിൽ ബോക്സ് ഫോർ ന്യൂ മെസ്സേജസ് ആൻഡ് ഡൗൺലോഡ്സ് ദ മെസ്സേജ്. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത സമയത്ത് സെർച്ച് ചെയ്യാണ് ചെയ്യുന്നത്, പുതിയ എന്തെങ്കിലും മെയിലുകളൊക്കെ വന്നിട്ടുണ്ടോ. വരുന്ന സമയത്ത് ആ ഇൻബോക്സിൽ ആ മെയിലുകൾ കാണിക്കുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ആ മെസ്സേജുകളെടുത്ത് വായിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അതിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റിപ്ലൈ നൽകുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഇമെയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു വർക്കിംഗ് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളുകൾ ഏതാണെന്നുള്ള കാര്യവും പഠിച്ചു വയ്ക്കുക. പിന്നെ വരുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇത് പോയിൻറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോയിൻറ്റുകളൊക്കെയാണ്, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സ്പീഡ്, അതുപോലെ തന്നെ ഈസി ടു യൂസ്, പ്രൊവിഷൻസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്സ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി, റിപ്ലൈ ടു ആൻ ഇമെയിൽ, കോസ്റ്റ് എഫക്റ്റീവ്, അവൈലബിൾ എനിവെയർ എനി ടൈം. പോയിൻറ്റ്സൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ അടുത്ത അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇമെയിൽസ് മേ ക്യാരി വൈറസസ്. അത് നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമാണ്. അതായത് പലതരത്തിലുള്ള ഇമെയിലുകൾ നമുക്ക് വരാറുണ്ട്. അതിനകത്തൊക്കെ ചിലപ്പോൾ അറ്റാച്ച്മെൻറ്റിലൊക്കെ വൈറസുകൾ ഉണ്ടായിരിക്കാം. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആ വൈറസുകൾ അഫക്റ്റ് ആവുകയും ചെയ്യും. പിന്നെയുള്ളത് ജങ്ക് മെയിൽസ് ആണ്. അതായത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് മെയിലുകൾ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ ചെക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. ഇത് രണ്ടെണ്ണമാണ് ഇതിൻ്റെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അടുത്ത ടോപ്പിക്കാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ടൈം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഫെമിലിയർ ആണ്. എല്ലാവരും പലതരത്തിലുള്ള സോഷ്യൽ മീഡിയകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുമാണ്. ഈ പറയുന്ന സോഷ്യൽ മീഡിയാസ് പല കാര്യങ്ങൾക്കായിട്ടും ഉപയോഗിക്കാറുണ്ട്. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, ഓരോ പ്രൊഡക്റ്റുകളുടെയൊക്കെ പ്രൊമോഷൻസ്, അല്ലെങ്കിൽ ബിസിനസ്, അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് ഇവിടെ ആദ്യം തന്നെ കിടപ്പുണ്ട്. സോഷ്യൽ മീഡിയ റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് മൊബൈൽ ആൻഡ് വെബ് ബേസ്ഡ് ടെക്നോളജീസ് through which individuals and communities can create, share, discuss and modify content. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇൻ സോഷ്യൽ മീഡിയ, ഇൻട്രാക്ഷൻസ് എമംഗ് പീപ്പിൾ ഹാപ്പൻ ഇൻ വിർച്വൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് നെറ്റ്വർക്ക്സ് ഓവർ ഇൻ്റർനെറ്റ്. These digital technologies influence the formation and activities of civil communities to a great extent. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി നമ്മൾ പലതരത്തിലുള്ള വിർച്വൽ കമ്മ്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എല്ലാവരെയും വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ സോഷ്യൽ മീഡിയ. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഫസ്റ്റ് വണ്ണാണ് ഇൻ്റർനെറ്റ് ഫോറംസ്. An internet forum is an online discussion website where people can engage in conversations in the form of posted messages. Each internet forum will have sub-forums which may have several topics. അപ്പോൾ അതായത് ഈ ഇൻ്റർനെറ്റ് ഫോറം എന്ന് പറയുന്നത് ഓരോ ആളുകൾക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് കോൺവെർസേഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് മെസ്സേജുകളായിട്ട് നമുക്കവിടെ ഇടാൻ സാധിക്കും, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച്. അപ്പോൾ ഈ ഓരോ ടോപ്പിക്കുകളെയും നമ്മൾ ത്രെഡ് എന്നാണ് വിളിക്കുന്നത്. ആ ഡിസ്കഷൻ്റെ ടോപ്പിക്കുകളെ, ഓരോ ടോപ്പിക്കുകളെയും. അപ്പോൾ ഈ ഓരോ ത്രെഡിനും ചിലപ്പോൾ സബ് ത്രെഡുകൾ അല്ലെങ്കിൽ സബ് ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആൾക്കാർക്ക് ഉള്ള കാര്യങ്ങൾ അവിടെ മെസ്സേജുകളായിട്ട് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. People can log in and start a thread or respond to discussion in a thread. Some forums allow anonymous login also. Discussions can be about programming, social or political issues, fashion, etc. These discussions help us to learn and find solution to the problems. അപ്പോൾ ഈ പറയുന്ന ഇതിനെക്കുറിച്ചുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എന്ത് ടോപ്പിക്കുകൾ വേണമെങ്കിലും ആയിരിക്കാം.
അപ്പോൾ ഈ ഓരോ ത്രെഡുകളെക്കുറിച്ചും ഓരോ ആൾക്കാർ അവരവരായിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങൾ അവിടെ പറയും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പുതിയ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യും. അപ്പോൾ ഈ ത്രെഡുകൾ അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റ് ഫോറംസ് യൂസ് ചെയ്ത് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഉബുണ്ടു ഫോറം. അതെന്ന് പറയുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ഫോറമാണ്. അവിടെ ഒരുപാട് ത്രെഡുകളുണ്ട്, അതായത് ഓരോ കാര്യങ്ങളെക്കുറിച്ചും. ഇപ്പോൾ ഉബുണ്ടു OSൻ്റെ പല കാര്യങ്ങൾ, അതിൻ്റെ സെക്യൂരിറ്റി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അതിൻ്റെ സെറ്റിങ്സ്, അങ്ങനെ ഓരോരോ ത്രെഡുകൾ ഉണ്ടായിരിക്കും. ഈ ഓരോ ത്രെഡിലും സബ് ത്രെഡുകൾ ഉണ്ടായിരിക്കും. ഇതിന് ഓരോന്നിനെക്കുറിച്ചും ആൾക്കാർ അവിടെ ഓരോ മെസ്സേജുകളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ചോദിക്കും, അപ്പോൾ അതിന് റിപ്ലൈയും അവിടെ ലഭിക്കാറുണ്ട്. അങ്ങനെ ഇതുപോലെ ഒരുപാട് ഇൻ്റർനെറ്റ് ഫോറംസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സിൻ്റെ ഒക്കെ നമുക്ക് ഫോറംസ്, ഓൺലൈൻ ഫോറംസ് അവൈലബിൾ ആണ്. അതിലൊക്കെ ഓരോ ആൾക്കാർ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുകയും അതിന് സൊല്യൂഷൻ ലഭിക്കുകയും ചെയ്യും. അടുത്തതാണ് സോഷ്യൽ ബ്ലോഗ്സ്. എ ബ്ലോഗ് ഈസ് എ ഡിസ്കഷൻ ഓർ ഇൻഫർമേഷണൽ വെബ്സൈറ്റ് consisting of entries or posts displayed in the reverse chronological order. That is, the most recent post appears first. ഈ സോഷ്യൽ ബ്ലോഗ് എന്ന് പറയുന്നത് ആ ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റുകളായിരിക്കും. അപ്പോൾ അവിടെ ആ പോസ്റ്റുകൾ വരുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും റീസെൻറ്റ് പോസ്റ്റ് ആയിരിക്കും ഏറ്റവും ആദ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ്, ഒരുപാട് ബ്ലോഗുകളുണ്ട്, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ബ്ലോഗ് എഴുതുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ബ്ലോഗുകളായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ബ്ലോഗുകളുണ്ട്. അപ്പോൾ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ എഴുതിയിടുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലോഗിങ്ങിനകത്ത് നമ്മൾ സാധാരണ എഴുതുന്ന കാര്യങ്ങളാണ് ഈ ഒരു സോഷ്യൽ ബ്ലോഗ് എന്നുള്ളത് പറയുന്നത്. വ്ളോഗ് എന്ന് പറയുന്നത് വേറെയാണ്. ബ്ലോഗും രണ്ട് കാര്യമാണ്. അപ്പോൾ ഈ സോഷ്യൽ ബ്ലോഗിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് blogger.com, അതുപോലെ തന്നെ വേർഡ് പ്രസ്, ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെയാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള സോഷ്യൽ ബ്ലോഗ്സ് എന്ന് പറയുന്നത്. അടുത്താണ് മൈക്രോ ബ്ലോഗ്സ്. Micro blogs allow users to exchange short sentences, individual images or video links. People use microblogs to share what they observe in their surroundings, information about events, and opinions about topics from wide range of fields. ഇതിൻ്റെ ഏറ്റവും എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ എന്താണെന്നുള്ളത് ആദ്യം കിട്ടും. twitter.com. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുപാട് കാര്യങ്ങൾ ട്വീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റീട്വീറ്റ് ചെയ്യുക, അങ്ങനെ ഹാഷ്ടാഗുകൾ വൈറലാകുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്വിറ്റർ എന്നുള്ളത്. അപ്പോൾ ഈ ട്വിറ്ററിൽ നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് അത് ഇവിടുത്തെ വളരെ ഷോർട്ടായിട്ടുള്ള സെൻറ്റൻസുകളായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ഇമേജുകൾ, വീഡിയോസൊക്കെ അവിടെ ആൾക്കാർ ഷെയർ ചെയ്യാറുണ്ട്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂസ്, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ ഇതിൽ ഇടാറുണ്ട്. അപ്പോൾ ട്വിറ്ററാണ് ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആൾക്കാരെയൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സൈറ്റുകളാണ് ഈ പറയുന്ന മൈക്രോ ബ്ലോഗുകൾ എന്ന് പറയുന്നത്. അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് വിക്കീസ്. വിക്കീസ് allow people to add content or edit existing information in a web page to form a community document. Wiki is a type of content management system. അതായത് നിങ്ങൾക്കറിയാവുന്നതാണ് ഈ വിക്കിപീഡിയ അങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസിനെ എഡിറ്റ് ചെയ്യുക, നിലവിലുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ യൂസേഴ്സാണ് എഡിറ്റ് ചെയ്യുന്നത്. ഈ എഡിറ്റിംഗ് ഒക്കെ വളരെ ക്ലോസ്ലി അവിടുത്തെ എഡിറ്റേഴ്സ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇൻകറക്റ്റ് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അവരത് റിമൂവ് ചെയ്യുന്നതായിരിക്കും വളരെ പെട്ടെന്ന്. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു വിക്കി ആണ് നമ്മുടെ വിക്കിപീഡിയ എന്ന് പറയുന്നത്. വിക്കിപീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അതിലേക്ക് നമുക്ക് പുതുതായിട്ട് കൂട്ടിച്ചേർക്കാനും സാധിക്കും. അടുത്തൊരു ടൈപ്പാണ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് allow people to build personal web pages and then connect with friends to communicate and share content. You can share text, pictures, videos, etc. and comment to the post. അപ്പോൾ ഓരോ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള പേജ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അത് വെച്ചിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ പലതരത്തിലുള്ള ഡേറ്റ നമുക്കവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ ഓരോ പോസ്റ്റുകളിൽ നമുക്ക് കമൻറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. എ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് ക്യാൻ ബി
for general topics or the specific area like professional networking. Public opinion is greatly influenced by the discussions and posts in these websites. ഇപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കിൽ വരുന്ന പോസ്റ്റുകളൊക്കെ വളരെയധികം വൈറലാവുകയും അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയനെയൊക്കെ വളരെയധികം ബാധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളും ജസ്റ്റ് നോക്കി വയ്ക്കുക. അടുത്തതാണ് കണ്ടൻറ് കമ്മ്യൂണിറ്റീസ്. കണ്ടൻറ് കമ്മ്യൂണിറ്റീസ് ആർ വെബ്സൈറ്റ്സ് that organize and share contents like photos, videos, etc. അതായത് അവിടെ ഈ പറയുന്ന കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യാനാണ് നമ്മൾ മെയിനായിട്ട് അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ youtube.com. യൂട്യൂബിൽ വീഡിയോസാണ് അവിടെ ഉള്ള ഡാറ്റ എന്ന് പറയുന്നത്. ഈ വീഡിയോസിനെ നമുക്ക് അപ്ലോഡ് ചെയ്യുക, ഈ വീഡിയോസിനെ ഷെയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ flickr.com എന്ന് പറയുന്നത് പിക്ചേഴ്സിനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു സൈറ്റാണ്. Most of today's social media websites offer more than one type of service, that is social networking and microblogging, blogging and internet forum, etc. അപ്പോൾ ഈ തരത്തിലുള്ള ഇതൊക്കെ കമ്പൈൻ ചെയ്തും സാധാരണ വരാറുണ്ട്. Studies have revealed that social media is now recognized as a social influencer. അതായത് ഇതിൽ വരുന്ന കാര്യങ്ങൾ ആൾക്കാരെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസിൽ വരുന്നത് ബ്രിങ് പീപ്പിൾ ടുഗദർ. ഞാൻ പോയിന്റുകൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഇത് നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവൻറ്റ്സ്. ദെൻ ബിസിനസ് പ്രൊമോഷൻ, സോഷ്യൽ സ്കിൽസ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൂഷൻ ടു പ്രൈവസി. അത് ഇല്ലീഗലായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പല ആൾക്കാരുടെയും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക, ഫോട്ടോസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക, അങ്ങനെയുള്ള ഓൺലൈൻ ക്രൈംസ് വളരെയധികം കൂടുന്നുണ്ട്. ദെൻ അഡിക്ഷൻ. നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. അത് ബാക്കി എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പ്രെഡ് റൂമേഴ്സ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു പരത്തി അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാറുമുണ്ട്. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതുക. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ബെസ്റ്റ് പ്രാക്ടീസസ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് വേണ്ട കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് അവോയ്ഡ് അൺനെസസറി അപ്ലോഡിങ് ഓഫ് പേഴ്സണൽ ഡാറ്റ ലൈക്ക് ഇമെയിൽ അഡ്രസ്, ടെലിഫോൺ നമ്പർ, അഡ്രസ്, പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ്. അപ്പോൾ ഒരിക്കലും നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നൽകാതിരിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഫോട്ടോ, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ സെറ്റിംഗ് ടൈം ഷെഡ്യൂൾ ഫോർ യൂസിങ് ദീസ് സൈറ്റ്സ് ക്യാൻ സേവ് വേസ്റ്റേജ് ഓഫ് ടൈം. നമ്മൾ കൃത്യമായിട്ടുള്ള ടൈം ലിമിറ്റ് വയ്ക്കുക, ഇത്ര സമയമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയുള്ളൂ എന്നൊരു ടൈം ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ടുള്ളൊരു അഡിക്ഷൻ നമുക്കവിടെ കുറയ്ക്കാൻ സാധിക്കും. അടുത്ത പോയിൻ്റാണ് ഇൻ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സ് ലൈക്ക് വിക്കീസ് ആൻഡ് ബ്ലോഗ്സ്, ഫോട്ടോ ആൻഡ് വീഡിയോ ഷെയറിംഗ് ആർ പബ്ലിക്. What you contribute is available for all to see. Beware of what you post online. Avoid posting content you may regret later. അപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് ഇടുന്ന ഓരോ കാര്യങ്ങളും എല്ലാ ആൾക്കാരും, പലതരത്തിലുള്ള ആൾക്കാർ വ്യൂ ചെയ്യുന്നതാണ്. ഇതൊക്കെ പിന്നീട് ഭാവിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഫ്യൂച്ചറും കൂടെ കണ്ടിട്ട് പോസ്റ്റ് ചെയ്യുക. ദെൻ സെറ്റ് യുവർ പ്രൈവസി ലെവൽസ് in such a way that you know exactly who can see your post and who can share them. The three basic privacy levels in social media are private, friends and public. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രൈവസി ലെവൽസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന ഏത് സോഷ്യൽ മീഡിയ സൈറ്റിലാണെങ്കിലും നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. ആർക്കൊക്കെ നമ്മുടെ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.